നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡിവൈൻ ടൈം ആയാൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ മനസ്സറിയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഈ വായന തുടങ്ങുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖമോ അല്ലെങ്കിൽ അവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായിട്ടോ, നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുപോയ സുന്ദരമായ നിമിഷങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ടോ വേണം ഈ ഒരു വീഡിയോ കാണുവാനായിട്ട്. മറ്റുള്ള എന്തെങ്കിലും തിരക്കേറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഇത് കാണാൻ നിൽക്കരുത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഓർത്തേ മതിയാവൂ. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുപോലും നിങ്ങളുമായിട്ട് നല്ലൊരു ജീവിതം വേണം, നല്ലൊരു ദാമ്പത്യ ജീവിതം വേണം എന്നുള്ള പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ്. ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത് ഒട്ടും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, കല്യാണം കഴിഞ്ഞ വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണവും പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവദൂതനെ പോലെ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പല മോശപ്പെട്ട അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും നിങ്ങളെ കൈ പിടിച്ചുയർത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ യാദൃശ്ചികമായിട്ട്, അത് മറ്റുള്ളവരോട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. കാരണം ഇത് കേൾക്കുന്നവർ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ട്. പക്ഷെ എങ്കിൽ പോലും, ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് നിങ്ങളെയും ഈ വ്യക്തിയെയും വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കഴിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കണം. ഇപ്പോൾ കമിതാക്കളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, ഒരു വിദ്യാർത്ഥി ആയിരിക്കാം, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, കല്യാണം കഴിക്കാത്തവരായിരിക്കാം, സിംഗിൾ ആയിരിക്കാം. ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന പല തീരുമാനങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കടന്നുവരവ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകണം, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട, വിവാഹ ജീവിതത്തിനോട് താല്പര്യമില്ല, അങ്ങനെയുള്ള വാശിയിൽ, അല്ലെങ്കിൽ അത്തരം വാശിയോട് കൂടി നിങ്ങൾ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ വ്യക്തിയുടെ കടന്നു വരവ് എന്ന് പറയുന്നത്, ആദ്യം നിങ്ങളൊരു സൗഹൃദമായിട്ട് തുടങ്ങിയിട്ടുണ്ടാകാം. അതിനുശേഷം എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ വെച്ച് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വ്യക്തിയായി മാറി എന്നുള്ളതാണ് നിങ്ങളെ രണ്ടുപേരെയും അത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനം കിട്ടുവാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയോട് ഒന്ന് തുറന്നു പറയാൻ, അതായത് നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ മനസ്സിലുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി വേണം എന്നുള്ള നിലയിലായിരിക്കണം ഈ പേഴ്സണെ നിങ്ങൾ കൂടെ കൂട്ടിയിട്ടുണ്ടാവുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറി ഈ വ്യക്തി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ വ്യക്തിയുടെ ഗുഡ് മോർണിംഗോ ഗുഡ് നൈറ്റോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഒരു ദിവസം തുടങ്ങുവാൻ സാധിക്കില്ല. അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങണമെങ്കിൽ പോലും ഈ വ്യക്തിയായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടായിരിക്കണം
നിങ്ങളുടെ ഓരോ ദിവസവും കാര്യങ്ങൾ നിങ്ങൾ തള്ളി നീക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ദുർഘടം പിടിച്ച അവസ്ഥയിലാണ് നിങ്ങളാണെങ്കിൽ പോലും ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുള്ളത്. ഈ വ്യക്തിയുടെ വാക്കുകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ പല രീതിയിലും ഈ വ്യക്തി സന്തോഷിപ്പിച്ചതായിട്ടും സംതൃപ്തി തന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ പല രീതിയിലും പല വ്യക്തികളിലൂടെയും വഴികളിലൂടെയും ഈ വ്യക്തി നിങ്ങളെ സഹായിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ച ഈ വ്യക്തി ഇന്ന് ചെറിയ രീതിയിൽ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം വിവാഹത്തിന്റെ കാര്യമാണ് തടസ്സപ്പെട്ട് കിടക്കുന്നത്. അതൊരുപക്ഷെ നിങ്ങൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം. ഈ വ്യക്തിയാണെങ്കിൽ ഒറ്റത്തടിയായിരിക്കാം, സിംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉള്ളതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി ഉൾവലിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എപ്പോഴും തല്ല് പിടിക്കാനോ മറ്റുള്ളവരോട് എതിർത്ത് പറയാനോ അല്ലെങ്കിൽ എൻ്റെ ജീവിതമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ തീരുമാനമാണ് എന്നുള്ള രീതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളെ വിവാഹം ചെയ്യണം, ജീവിതത്തിൽ നിങ്ങളെ കൂടെ കൂട്ടണം എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയുടെ ആഗ്രഹവും ലക്ഷ്യവും ഉദ്ദേശവും. പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യുവാൻ ഈ വ്യക്തി തയ്യാറല്ല. ഒരുപക്ഷെ ഈ വ്യക്തി ജീവിച്ചു വന്ന സാഹചര്യം എന്ന് പറയുന്നത് കൂട്ടുകുടുംബമായിരിക്കാം, ബന്ധങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇപ്പൊ പുറമെ ഒരു വ്യക്തിയോട്, ഒരു മൂന്നാമത് ഒരു വ്യക്തിയോട് തുറന്ന് പറയുകയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് പോലും പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണക്ഷനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മതങ്ങൾ തമ്മിൽ വ്യത്യാസം, റിലീജിയൻ രീതി നോക്കുകയാണെങ്കിൽ വ്യത്യാസമായിരിക്കാം, രണ്ട് സംസ്കാരങ്ങളായിരിക്കാം, രണ്ട് വിശ്വാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞതാണ്, പിരിഞ്ഞു നിൽക്കുകയാണ്, ഈ വ്യക്തി വിവാഹം കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലതരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടല്ലോ. മനുഷ്യൻ ഇങ്ങനെയായിരിക്കണം പോകേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കണം ജീവിച്ചു പോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മര്യാദയായിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങളാണ്, അങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ എത്തിക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെയും മറികടന്നുകൊണ്ടാണ് ഈ ഒരു ബന്ധം നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോ സിംഗിൾ ആണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും നല്ലൊരു കുടുംബത്തിലെ വ്യക്തിയാണെങ്കിൽ പോലും ചിലപ്പോൾ വിശ്വാസപരമായിട്ട് നിങ്ങൾ ഡിഫറെന്റ് ആയിരിക്കണം, അതായത് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു രീതിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർക്ക് അത് അംഗീകരിക്കാനോ ഒരുമിച്ച് കൂടിച്ചേരാനോ ലയിച്ച് ചേരാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ വ്യക്തി ആരുമായിട്ടുള്ള ബന്ധം വിട്ടുകളയാനും തയ്യാറല്ല എന്നുള്ളതാണ് ഈ പേഴ്സന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണെങ്കിൽ പോലും ഇപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്, കല്യാണം തടസ്സപ്പെട്ട് കിടക്കുകയാണ്, വീട്ടുകാർ സമ്മതിക്കുന്നില്ല, ആ ഒരു സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം അച്ഛനമ്മനെ വെറുക്കാൻ നിങ്ങൾ തയ്യാറല്ല, അല്ലെങ്കിൽ അവരെ വിട്ടിട്ട് ഈ വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോരാൻ അങ്ങനെയൊന്നും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് എല്ലാവരും ഒത്തൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കല്യാണം അല്ലെങ്കിൽ നല്ലൊരു ജീവിതം, അതാണ് ഈ വ്യക്തിയാണെങ്കിലും നിങ്ങളാണെങ്കിലും ആഗ്രഹിക്കുന്നത്. ചില സമയങ്ങളിൽ മനസ്സിന്റെ കൺട്രോൾ വിട്ടു പോകുമ്പോൾ, ഒരുപാട് വിഷമം വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എവിടെയെങ്കിലും പോയി ജീവിച്ചാലോ എന്നുള്ള രീതി. പക്ഷെ അത് ഈ വ്യക്തിയെ കൊണ്ടൊരിക്കലും സാധിക്കില്ല. നിങ്ങൾ അങ്ങനെ ചില സമയത്ത് വിചാരിച്ചു പോയാൽ പോലും ഈ വ്യക്തി അങ്ങനെ ചിന്തിക്കില്ല എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി റെപ്യൂട്ടേഷൻ ആയിട്ടുള്ള, കുറച്ച് പാരമ്പര്യമുള്ള അല്ലെങ്കിൽ കുറച്ച് ആഢ്യത്വമുള്ള, സമൂഹത്തിൽ കുറച്ചധികം അറിയപ്പെടുന്ന ഒരു വ്യക്തികളായിരിക്കാം ഈ പേഴ്സന്റെ വീട്ടുകാര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എല്ലാ കാര്യവും കൂടെ നല്ല രീതിയിൽ ഒരുമിച്ച് വന്നുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതായത് എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അനുഗ്രഹത്തോടു കൂടിയും വേണം ഇത് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ പ്രഷർ കൊടുക്കുന്നുണ്ട്, ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാനും
വേറെ മറ്റ് പല കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ മുന്നിലേക്ക് ധാരാളം ഓഫറുകൾ വീട്ടുകാർ വെച്ചു കൊടുക്കുന്നുണ്ട്. അത് വിവാഹാലോചനകളായിരിക്കണം. ഒരുപക്ഷെ നിങ്ങളെക്കാൾ പണവും സൗന്ദര്യവും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും അറിവും ഒക്കെയുള്ള വേറെ വ്യക്തികളായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകണം. പക്ഷെ എന്തിരുന്നാൽ പോലും ഈ വ്യക്തി എന്താണ് വീട്ടുകാരിലേക്ക് പരിപൂർണമായിട്ട് വീണു പോവുകയുമില്ല. എന്നാൽ നിങ്ങളെ മാത്രമായിട്ട് തേടി വരാനും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഈ വ്യക്തി ചിലപ്പോൾ ശരിയായ മറുപടി പറയുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ലായിരിക്കാം, യെസ് എന്നും പറയുന്നില്ലായിരിക്കാം, നോ എന്ന് പറയുന്നില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ഇതാണ് ഈ വ്യക്തിയുടെ അവസ്ഥ എന്നുള്ളതാണ്. പക്ഷെ ഈ വ്യക്തി ഇതിലൂടെയാണെങ്കിൽ പോലും വിജയം കണ്ടുപിടിക്കും, വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും. ഈ വ്യക്തി എന്തുദ്ദേശത്തിലാണോ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്, അത് പരിപൂർണമായിട്ടും നല്ലൊരു ദാമ്പത്യ ജീവിതം ആഗ്രഹിച്ച് മാത്രമാണ് ഈ വ്യക്തി വന്നിട്ടുള്ളത്. അല്ലാതെ പണമോ സൗന്ദര്യമോ അല്ലെങ്കിൽ സ്വർണമോ പൈസയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സോ ഒന്നുമല്ല. നല്ലൊരു ജീവിതം, ഒരുമിച്ചുള്ളൊരു ജീവിതം, ആ ഒരു ഉദ്ദേശം, ആ ഒരു ആഗ്രഹം, ആ ഒരു ലക്ഷ്യം, അതുകൊണ്ടേ ഈ വ്യക്തി പോവുകയുള്ളൂ. അത് നടപ്പിലാക്കിയെടുക്കും എന്നുള്ള എനർജിയിൽ തന്നെയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരാത്തത് ഒരു പരിധിവരെ ഇതൊക്കെ തന്നെയാണ് കാരണം. അപ്പോൾ ഇനിയിപ്പോൾ സംസാരിച്ച് തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അടിയിലും വഴക്കിലും ആയിരിക്കാം ചിലപ്പോൾ അത് അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനും ഈ വ്യക്തിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇനി സംസാരിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോലെയാണ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ പെട്ടെന്ന് റേസ് ആവുകയോ ഷൗട്ട് ചെയ്യുകയോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പെരുമാറാനേ സാധിക്കുകയുള്ളൂ എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ മൗനം പാലിക്കുന്നത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത്, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തരാത്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വായന നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ മനസ്സിൽ കുതിച്ചുയരുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ തരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ യാദൃശികമായിട്ടാണെങ്കിലും ഒരു റെക്കമെൻഡേഷൻ ഇല്ലാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സത്യങ്ങൾ തന്നെയാണ്. അതാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ നിങ്ങളിലേക്ക് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.